ഹായ് കൂട്ടുകാരെ, എൻ്റെ സ്വന്തം വീട്ടിലുള്ളപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഞാൻ ഇന്നൊരു 7 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. എന്നും ഇത്ര നേരത്തെ എഴുന്നേക്കാറില്ല, ഉണർന്ന് വരുന്ന അനുസരിച്ചിരിക്കും. പിന്നെ ഇന്നിപ്പോൾ പുറത്ത് പോകേണ്ടതുകൊണ്ടാണ് നേരത്തെ എഴുന്നേറ്റത്. ഞാൻ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു, ചായ കുടിക്കാനായിട്ട് വന്നു. ചൂട് ചായയിൽ മിക്സറൊക്കെ ഇട്ട് കുതിർത്ത് കഴിച്ചു. പുറത്ത് നല്ല മഴക്കാറായിരുന്നു. കുറച്ച് നേരം അതിൻ്റെ ഭംഗി ആസ്വദിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം അമ്മയായിട്ട് കത്തിയടിച്ചിരുന്നു. അമ്മ രാവിലെ കൂട് തുറന്ന് നോക്കിയപ്പോഴത്തേക്കേ കോഴിക്കൂട് ഒരു കോഴി ചത്ത് കിടക്കുന്ന കണ്ടു. അങ്ങനെ ആ കോഴിയെ കുഴിച്ചിടാനൊക്കെ ആയിട്ട് അമ്മ അങ്ങ് പോയി. ഭയങ്കര സെൻറ്റിയായിരുന്നു പാവം. അപ്പം ഞാൻ കരുതി ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പൂട്ടാണ്. കറിയൊന്നും ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കിയില്ല. പഞ്ചസാര അതിൻ്റെ കൂടെ ചായ ഒഴിച്ച് കഴിക്കാനാണ് പ്ലാൻ. പിന്നെ സിങ്കിൽ അമ്മ ഓൾറെഡി പാത്രം കഴുകി വെച്ചായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൂടെ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കഴുകി വെച്ചു. ചായ പ്രത്യേകം ഇടേണ്ടി വന്നില്ല, ഓൾറെഡി അമ്മ ഇട്ട് വെച്ചുകൊണ്ട് ചായ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സിക്കായി കഴിഞ്ഞാൽ നേരെ ഓടുന്ന എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. കാരണം എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എനിവേ എല്ലാ ജോലികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ചേട്ടൻ വിളിക്കാൻ വരും. അന്നേരം വിളിക്കാൻ വരുമ്പോഴത്തേക്ക് ഒരുങ്ങി റെഡി ആവണം. ഞാൻ പോയി ജസ്റ്റ് ഒന്ന് കുളിച്ചു, ദേഹം മാത്രം കുളിച്ചു, തലയൊന്നും കുളിച്ചില്ല, പനിയായതുകൊണ്ട്. കുളിച്ച് റെഡിയായി നിന്നു. ചേട്ടനും ഞാനും കൂടി പുറത്തു പോയി. കുറേ നാളായി പുറത്തിറങ്ങിയിട്ട് ഫുഡൊക്കെ മേടിച്ച് തന്നു. ഫുഡൊക്കെ കഴിച്ച് എന്നെ ഹോസ്പിറ്റലിലോട്ടാക്കിയിട്ട് പുള്ളിക്കാരൻ ജോലിക്ക് പോയിട്ടോ. പിന്നെ ഞാൻ തിരിച്ച് വന്നത് 6:20 ചാമക്കാലയിലാണ്. 6:20 വീട്ടിൽ എത്തിയപ്പോൾ ഒരു 6:50 ആയി. എനിവേ കുളിച്ചു, പിന്നെ ഫുഡ് കഴിച്ചു. അമ്മ ചോറ് എടുത്ത് വെച്ച് തന്നു, അത് കഴിച്ചു. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങണം, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് നേരം ചേട്ടനുമായിട്ട് ചാറ്റ് ചെയ്യണം, വീഡിയോ കോൾ ചെയ്യണം. നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം, കാരണം നാളെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ. യൂണിഫോമൊക്കെ എടുത്ത് വയ്ക്കണം. വേറെ പണിയൊന്നുമില്ല, ഇനിയിപ്പം പോയി കിടക്കണം. എനിവേ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്.